എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2025 ഇന്ന് നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് നേരിട്ടത്. മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ബാംഗ്ലൂർ ഇന്ന് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 173 റൺസ് എടുത്തെങ്കിലും മറുപടി ബാറ്റിംഗിൽ RCB വെറും 17.3 ഓവറിൽ തന്നെ 175 റൺസ് നേടി വിജയം ഉറപ്പാക്കി, അതും വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. ഈ മത്സരശേഷം രാജസ്ഥാൻ ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യം തന്നെ ഇന്നത്തെ മികച്ച പ്രകടനത്തിനും അർഹമായ വിജയത്തിനും RCBക്ക് അഭിനന്ദനങ്ങൾ. അവർ ഇന്ന് ഒരിക്കൽ കൂടി അവരുടെ കഴിവ് തെളിയിച്ചു. അവരുടെ ടോപ്പ് ഓർഡർ എങ്ങനെ ഗെയിം ഡോമിനേറ്റ് ചെയ്യാമെന്ന് മികച്ച എക്സാമ്പിൾ ആയിരുന്നു ഇത്. ഫിൽ സാൾട്ട് എക്സ്ട്രാഓർഡിനറി ആയി ബാറ്റ് ചെയ്തു. വെറും കുറച്ച് ഓവറുകൾക്കുള്ളിൽ തന്നെ കളിയുടെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തി. അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേക പ്രശംസ. ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 173 എന്നത് ഒരു കമ്പറ്റിറ്റീവ് സ്കോർ ആയിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പിച്ച് സ്ലോ ആയിരുന്നു. ആദ്യ പകുതിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ ബൌളിംഗിൽ അവരെ ഞങ്ങളും ബുദ്ധിമുട്ടിച്ചു. പക്ഷേ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ കഴിയാത്തത് കളിയുടെ തല്ല് പൂർണ്ണമായും അവർക്കൊപ്പമാക്കി. ഞങ്ങളുടെ പ്ലാൻസ് നടപ്പിലാക്കാൻ കഴിയാതിരുന്നതും ക്യാച്ചുകൾ വീഴ്ത്തിയതും എല്ലാം കൂടി കളിയിൽ വലിയ തിരിച്ചടിയായി. പക്ഷേ ഇത് ക്രിക്കറ്റ് ആണല്ലോ, എല്ലായ്പ്പോഴും ജയിക്കാൻ പറ്റില്ല. കളികൾ നിന്ന് പഠിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകേണ്ടത്. ഇന്നത്തെ പോലെ ഒരു ദിവസം നമ്മളെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കും. ഞങ്ങൾ പിശകുകൾ തിരുത്തും, ടീമായി കൂടിയാലോചിച്ചു കൂടുതൽ ശക്തമായി തിരിച്ചുവരും. ടൂർണമെന്റ് ഇപ്പോഴും ഏറെ ബാക്കിയുണ്ട്. ഞങ്ങളുടെ ആരാധകർക്ക് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ നിശ്ചയമായും അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മൂലം ഇന്ന് തോറ്റെങ്കിലും നമ്മൾ തളർന്നിട്ടില്ല, മുമ്പോട്ടാണ് നോക്കേണ്ടത്, സഞ്ജു സാംസൺ വ്യക്തമാക്കി. എന്തു തന്നെയായാലും അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ശക്തമായി തിരിച്ചുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.